തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാനയുടെ ഏഴാറ്റുമുഖത്ത് ചാലക്കുടി പുഴയ്ക്ക് സമീപത്തെ തുരുത്തിലേക്ക് മാറി. സ്വകാര്യ വ്യക്തിയുടെ വീടിന് സമീപത്ത് നിന്ന് ആന മണിക്കൂറുകൾക്ക് ശേഷമാണ് തുരുത്തിലേക്ക് മാറിയത്. ആനയെ പിടികൂടി ചികിത്സ നൽകുന്നതിന്റെ ഭാഗമായി ഒരു കുങ്കിയാനി അതിരപ്പള്ളിയിൽ എത്തിച്ചു. വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എങ്ങനെയാണ് അവിടുത്തെ ദൗത്യം ഇപ്പോൾ പുരോഗമിക്കുന്നത്? ഹരിത, ഒരു ഭാഗത്ത് ആനയെ മയക്കുവെടിവെച്ച് ചികിത്സിക്കാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ വനവകുപ്പിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ദേവികുളം റേഞ്ചിൽ നിന്നും ഈ യൂക്കാലിപ്റ്റസ് മരങ്ങൾ, ആനയുടെ കൂട് തയ്യാറാക്കുന്നതിനായിട്ടുള്ള യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ അളവെടുപ്പും മരം മുറിക്കാനുള്ള നടപടികളും ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ട്. മറുഭാഗത്ത് അതിരപ്പള്ളി ഭാഗത്താണെങ്കിൽ ഒരു കുങ്കിയാന വയനാട്ടിൽ നിന്ന് രാവിലെ എത്തിച്ചു. ഭരത് എന്ന് പറയുന്ന കുങ്കിയാനയാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. നിലവിൽ ഈ ആനയെ കാലടി പ്ലാന്റേഷൻ TSR ഫാക്ടറിക്ക് സമീപം ആണ് ആനയെ ഇപ്പോൾ ഒരു താൽക്കാലിക താവളം ഒരുക്കിയത്. പിന്നീട് വഞ്ചിക്കടവ് ഭാഗത്തേക്ക് ആനയെ മാറ്റും. മറ്റ് കുങ്കിയാനകളും വൈകിട്ടിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ എത്തും. ഈ ദേവികുളത്ത് ഈ യൂക്കാലിപ്റ്റസ് മരം മുറിക്കുന്ന നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മരം മുറി കഴിഞ്ഞാൽ ആ മരങ്ങൾ നേരെ കോളനാട്ടേക്ക് എത്തിക്കും. അവിടുത്തെ അഭയാരണ്യത്തിലാണ് കൂട് ഒരുക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നത്. അതിന് ഏകദേശം ഒരു ദിവസം സമയം മാത്രം മതിയാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അവിടുത്തെ കൂട് ഒരുക്കൽ നടപടികൾ പൂർത്തിയായാൽ അരുൺ സക്രയും സംഘവും വയനാട്ടിൽ നിന്നും തിരികെ അതിരപ്പള്ളിയിലേക്ക് എത്തും. കുങ്കിയാനകളെ എല്ലാം ഈ ഭാഗത്തേക്ക് കൊണ്ടുവരും. പരിക്കേറ്റ ആന നിലവിലുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരും. മയക്കുവെടി വെക്കുന്ന നടപടിയിലേക്കൊക്കെ കടക്കും. പക്ഷേ കഴിഞ്ഞ ദിവസം CCF പറഞ്ഞത് 30% മാത്രമാണ് ആന ഈ മയക്കുവെടി വെച്ചാൽ രക്ഷപ്പെടാനുള്ള സാധ്യത, അതിജീവിക്കാനുള്ള സാധ്യത, ചികിത്സ കഴിഞ്ഞ ആരോഗ്യവാനാകാനുള്ള സാധ്യത 30% മാത്രമാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി ആനയെ ചികിത്സിക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങളില്ല. ആനയുടെ നില ഇപ്പോൾ അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലാണെന്ന് വേണം ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുക. കാരണം ആനയുടെ മസ്തകത്തിലെ മുറിവ് വലിയ രീതിയിൽ, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ മുറിവിൽ നിന്നും നിരവധി പുഴുക്കൾ അരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ സഹിതം വാർത്ത നൽകിയിരുന്നത്. ആന ഇപ്പോൾ കൂടുതൽ അസ്വസ്ഥനാണ്. ഈ മുറിവിലേക്ക് ചളിയും അതുപോലെ തന്നെ മണ്ണുമൊക്കെ നിരന്തരം ഇങ്ങനെ വാരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് തുമ്പി കൈകൊണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ആന ഒരു 15 മിനിറ്റോളം ഈ അതിരപ്പള്ളി റൂട്ടിലെ ഗതാഗതം KSRTC ബസ് ഉൾപ്പെടെ തടയുന്ന ഒരു സംഭവം ഉണ്ടായി. ഇന്ന് രാവിലെ ആന ഈ ഭാഗത്തുള്ള ജനവാസ മേഖലയിൽ നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു വ്യക്തിയുടെ വീട്ട് വളപ്പിൽ നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏറെ നേരം ആ പറമ്പിൽ ആന നിന്നു. അവിടുത്തെ വാഴയും കവുങ്ങും എല്ലാം ആന നശിപ്പിച്ചു. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ തുരത്താനുള്ള നടപടികൾ രാവിലെ നടന്നു. പക്ഷേ 3 മണിക്കൂറിന് അധികം സമയം ആന ആ വീട്ടുവളപ്പിൽ തന്നെ നിലയുറപ്പിച്ചു. പിന്നീട് ആന സ്വമേധയാ ഇപ്പോൾ അതിരപ്പള്ളി ചാലക്കുടി പുഴയിലേക്ക് കടന്നു. പുഴയ്ക്ക് മധ്യത്തിലായുള്ള ഈ ഇല്ലി കാടിന്റെ തുരുത്തിൽ ഇപ്പോൾ ആന കയറി നിൽക്കുകയാണ്. ഒരുപക്ഷെ ആന അവിടെ നിന്നും അപ്പുറത്തേക്ക് കാട്ടിലേക്ക് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആന ഈ മേഖലയിൽ തന്നെ ഉണ്ട്. നമ്പനത്തോട്ടത്തിലും മറ്റുമായി ഈ മേഖലയിൽ തന്നെ ആന ഉണ്ട്. കാട് കയറി പോകുന്ന ഒരു സ്വഭാവം പ്രകൃതം ആനയുടെ ഭാഗത്തുനിന്ന് ഇല്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ ആന ഈ ചാലക്കുടി പുഴയുടെ നടുവിലുള്ള തുരുത്തിലാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ആന അധികം ദൂരത്തേക്കൊന്നും സഞ്ചരിക്കാനുള്ള സാധ്യതയും ഒന്നും വനംവകുപ്പ് കാണുന്നില്ല. മാത്രമല്ല ആനയുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമാവുകയാണെങ്കിൽ ആനയെ മറ്റ് കാര്യങ്ങൾ നിരീക്ഷിക്കാനൊക്കെ ആയിട്ട് വനംവകുപ്പ് വെറ്റിനറി ഡോക്ടർമാരൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ കൂടുതൽ മോശം അവസ്ഥയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ. എന്തായാലും ആനയുടെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ ആന വളരെ ക്ഷീണിതരാണ്. ആനയുടെ എല്ല് പുറത്ത് കാണുന്ന ഒരു എല്ല് തെളിഞ്ഞു കാണുന്ന ഒരു നിലയിലേക്കുള്ള ഒരു ക്ഷീണത്തിൽ ആന എത്തിയിട്ടുണ്ടെന്ന് വേണം ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. മാത്രമല്ല മുറിവ് വളരെ വലിയ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നത്. ഈ ആ ഇൻഫെക്ഷൻ തലച്ചോറിലേക്കൊക്കെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് വരെ CCF ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ, CCF ഉൾപ്പെടെയുള്ളവർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, വെറ്റിനറി ഡോക്ടർമാരൊക്കെ കണ്ടെത്തിയിരുന്നു. എന്നിരുന്നാൽ പോലും ആനയെ ചികിത്സിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും നിലവിലില്ല. അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ വനംവകുപ്പ് ദ്രുതഗതിയിൽ തന്നെ നടത്തുകയാണ്. ഒരു വശത്ത് കൂട് നിർമ്മിക്കുന്ന മരമുറികൾ നടക്കുന്നു. കൂട് നിർമ്മിക്കാനുള്ള കാര്യങ്ങൾ ദ്രുതഗതിയിൽ പോകുന്നു. മറുവശത്ത് ഒരു കുങ്കിയാനയെ ഇപ്പോൾ ഭരത് എന്ന് പറയുന്ന കുങ്കിയാനെ എത്തിച്ചു. ഇനി 2 കുങ്കിയാനകൾ കൂടി വരും. ഉടൻ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം അതിരപ്പള്ളിയിലെത്തും. ആനയെ ലൊക്കേറ്റ് ചെയ്യും, മയക്കുവെടി വയ്ക്കും. ഇതിനെല്ലാം ഉപരി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആന ഈ മയക്കുവെടിയെ അതിജീവിച്ചു. കാരണം ആനയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശം അവസ്ഥയാണെന്ന് ഞാൻ നേരത്തെ
സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ മയക്കുവെടി താങ്ങാനുള്ള ഒരു ആരോഗ്യം ആനയ്ക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ആന അതിന് മയക്കുവെടി താങ്ങി രക്ഷപ്പെട്ട് വന്നാൽ ചികിത്സ നടത്തി രക്ഷപ്പെടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണെന്നാണ് പറയുന്നത്. 30% മാത്രമേ ഉള്ളൂ. എന്നിരുന്നാൽ കൂടി വനംവകുപ്പ് ആനയെ ചികിത്സിക്കാനുള്ള പണികൾ, അതിനുള്ള ജോലികൾ ദ്രുതഗതിയിൽ ഒരു വശത്ത് നടക്കുന്നു. മറുവശത്ത് ആന ഏറെ അസ്വസ്ഥനായി, ആരോഗ്യസ്ഥിതി മോശമായി, പല മേഖലയിൽ റോഡിലും വീട്ടുവളപ്പിലും എണ്ണപ്പനത്തോട്ടത്തിലുമായി വന്നു നിന്ന് ഈ തുമ്പിക്കൈ കൊണ്ട് ചളിയും മണ്ണും ഒക്കെ ഈ മസ്തകത്തിലെ മുറിവിലേക്ക് വാരി എറിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ആന ചാലക്കുടി പുഴയുടെ നടുവിലുള്ള തുരുത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഹരിത.